പലതരം പാലകളുണ്ട്. പക്ഷേ യക്ഷി കയറിയിരിക്കുന്നത് ഏഴിലം പാലയുടെ മുകളിലാണ്. എന്താണ് ഈ ഏഴിലം പാലയുടെ ഒരു പ്രത്യേകതയായിട്ട് ഹരിക്ക് തോന്നിയിട്ടുള്ളത്? യക്ഷിക്കഥകൾ ഇന്ന് എല്ലാ കാലത്തും വളരെ രസകരമായിട്ടുള്ള, എനിക്ക് തോന്നേ പൂർവ്വകാലം തൊട്ട് തന്നെ നല്ല കഥാകാരന്മാരും നോവലിസ്റ്റുകളൊക്കെ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് യക്ഷികളെ തന്നെയാണ്. കാരണം യാതൊരു തരത്തിലുള്ള ലിമിറ്റേഷൻസും ഇല്ല. ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സാധാരണ മനുഷ്യരൊന്നോട്ട് അറിയേയില്ല. അതുകൊണ്ട് തന്നെ ഒരു യക്ഷി എന്നാൽ അതിന് കൊടുത്തിരുന്ന ഒരു രൂപമുണ്ട്. നല്ല വെളുത്ത വേഷം, വെളുത്ത സാരി ഉടുത്ത്, വെളുത്ത ബ്ലൗസൊക്കെ ഇട്ട് നിലത്ത് മുട്ടാതെ ഇങ്ങനെ പറന്ന് നടക്കുക. നല്ല ദംഷ്ട്രകളൊക്കെ വെച്ചിട്ട് അതിക്കൂടെ ഇങ്ങനെ ചോര ഒലിപ്പിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെയാണ് മലയാളികളുടെ യക്ഷികൾ എപ്പോഴും ഇതാണ് വേഷം. വൈകിട്ടായാൽ രാത്രി അവർ സ്വസ്ഥമായിട്ട് പോയി കിടക്കുന്നത് ഏഴിലം പാലയുടെ മുകളിലാണ്. ഏഴിലം പാല എന്താണെന്ന് ചോദിച്ചാൽ തന്നെ നിശ്ചയമില്ല. കാരണം ഏഴിലം പാലയെ കാണിക്കുന്നത് പലപ്പോഴും സിനിമകളിലേക്ക് കാണിക്കുന്നത് ഒരു പനയായിട്ടാണ് കാണിക്കുക. ഏഴിലം പാലയുടെ രൂപമൊന്നുമല്ല, ഏഴിലം പാല എന്ന് പറയും. പക്ഷേ ഇത് കിടക്കുന്നത് പനയുടെ മുകളിലാണ്. പനയുടെ മുകളിലാണ് ഇത് പോയിരിക്കുക. ഇതെങ്ങനെയായാലും വിരോധമൊന്നുമില്ല. കാരണം ഭാവനയെ കാണുന്ന ഒരു രൂപത്തിന്, ഭാവനയെ കാണുന്ന ഒരു വ്യക്തിത്വത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ കഥാകാരൻ്റെ യുക്തി അനുസരിച്ചിട്ടുള്ള രൂപങ്ങൾ കൊടുക്കാം. ഇത്തരം കഥകൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്ന്, സാധാരണ നമ്മുടെ ചിന്തയിൽ നിന്നൊക്കെ നമ്മളെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വളരെയധികം കാർട്ടൂൺ കഥാപാത്രങ്ങൾ, ടോം ആൻഡ് ജെറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഇൻ്റർനാഷണലായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ധാരാളം കാർട്ടൂൺ കഥാപാത്രങ്ങളുണ്ട്. അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളെ പറ്റി ധാരാളമായിട്ടുള്ള സിനിമകൾ പലത് എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്. ഇവരൊക്കെ എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയാണ് ഇവർ താമസിക്കുക? ആ കഥാകാരൻ ഏത് തരത്തിൽ ഇതിനെ വർണ്ണിച്ചിരിക്കുന്നോ ആ വർണ്ണിക്കുന്ന രീതിയിലേക്ക് ഇതിനെ പോവുക. യക്ഷികൾ അതല്ലാതെ യക്ഷി എന്നൊരു കഥാപാത്രം അല്ലെങ്കിൽ യക്ഷി എന്ന ഒരു ജീവിയുണ്ട്. നമുക്കൊക്കെ ഭയം വരികയായിരുന്നു. കാരണം പഴയ കാലത്ത് കഥയൊക്കെ കാണുമ്പോൾ ഇപ്പോഴും വേറുന്നുണ്ട് ചില സിനിമ കണ്ട് ആ സിനിമയുടെ യാഥാർത്ഥ്യമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതമായിട്ട് ഇതിനെ അങ്ങോട്ട് കണക്ട് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ രാത്രി നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു വാഴ ഇല അനങ്ങിയാൽ തോന്നും, ഈശ്വര അവിടെ യക്ഷിയുണ്ടോ, അവിടെ പ്രേതമുണ്ടോ, ബാധയുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. അത് ആ കഥാകാരൻ്റെ മികവാണ്. ആ കഥാകാരൻ ആ കഥയെ അല്ലെങ്കിൽ കഥാപാത്രത്തെ സാധാരണ ജനങ്ങളിലേക്ക് ഏത് തരത്തിൽ ഉള്ളിലേക്ക് വിശ്വസിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. നമ്മളിത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. നമുക്കിതിനെ ആസ്വാദനത്തിൻ്റെ ഭാഗത്തിലേക്ക് എടുക്കുമ്പോൾ ഈ കഥാപാത്രങ്ങളെയൊക്കെ നമുക്ക് വളരെ രസകരമായി കാണാൻ കഴിയും. അത് യക്ഷി ആയിക്കോട്ടെ, മറുതയായിക്കോട്ടെ, മാടനായിക്കോട്ടെ. മറുതയും മാടനും ഏഴിലം പാലയും എല്ലാം കഥാപാത്രങ്ങളായിട്ട് മാത്രം നമ്മൾ കണക്കാക്കുക.